എന്തായാലും കൊള്ളാം, ഗുഡ്. ആ ബസ് തടഞ്ഞു നിർത്തിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങളെ കയറ്റാതെ ഒരു ബസ്സും ഇനി റോഡിലൂടെ പോകില്ല എന്ന് ആർജവത്തോടെ ആ പെൺപുലികൾ, ആ വിദ്യാർത്ഥിനികൾ വിളിച്ചു പറഞ്ഞു. ബിഗ് സല്യൂട്ട് മക്കളെ, നീ ചെയ്തതാണ് മോളെ ശരി, അതാണ് ന്യായം. അങ്ങനെ ചോദിക്കുന്ന ഒരു തലമുറ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ വിപ്ലവങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പൊളിച്ചു മക്കളെ, ഇങ്ങനെ തന്നെ ആവണം. നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നത്, നിങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നത്, അത് അതേപടി തിരിച്ചു വാങ്ങാനും നിങ്ങളുടെ അവകാശങ്ങൾ അതേപോലെ നിലനിർത്താനും അതിനു വേണ്ടിയിട്ട് ശബ്ദിക്കാനും നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. എന്തായാലും ഈ പെൺകുട്ടികളോട്, ഈ വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ. കാരണം ഇത് തന്നെയാണ്, ചെറിയ സമരമാണ്, പക്ഷെ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ. അപ്പോൾ കാസർഗോഡ് കുമ്പള ഭാഗത്താണ് ഈ ഒരു വിഷയം നടക്കുന്നത്. അവിടെയുള്ള ഒരു സ്വകാര്യ കോളേജിലെ പെൺകുട്ടികൾ, വുമൻസ് കോളേജാണ്. അവ വുമൻസ് കോളേജിലെ പെൺകുട്ടികൾ ബസ് എപ്പോഴും കാത്തിരിക്കുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്തുതരാം. നമുക്കത് കണ്ടിട്ട് ഇവരുടെ സമര പരിപാടിയിലേക്ക് പോകാം. നിങ്ങൾ നോക്കിക്കോ, ഈ വീഡിയോയിൽ വ്യക്തമായി കാണുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഈ വീഡിയോയിൽ വ്യക്തമായി കാണുന്നുണ്ട്. അവരിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ബസ് അവരുടെ ബസ് സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്നതാണ് ആ വീഡിയോ. വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അവർ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ബസ് അവരുടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാതെ പോവുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം വുമൻസ് കോളേജാണ്. അപ്പോൾ പൊതുവേ നമുക്കറിയാവുന്നതാണ്, അങ്ങനെ പ്രതിഷേധിച്ചു കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ ഇവരത് പ്രതിഷേധിച്ചു. ഇവർ ശക്തമായി ആ ബസ് അങ്ങ് തടഞ്ഞു. ആ ബസ് തടഞ്ഞു നിർത്തിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങളെ കയറ്റാതെ ഒരു ബസ്സും ഇനി റോഡിലൂടെ പോകില്ല എന്ന് ആർജവത്തോടെ ആ പെൺപുലികൾ, ആ വിദ്യാർത്ഥിനികൾ വിളിച്ചു പറഞ്ഞു. ബിഗ് സല്യൂട്ട് മക്കളെ, ഇങ്ങനെ തന്നെ ആവണം. എൻ്റെ എല്ലാവിധ പിന്തുണയും നിങ്ങളോടൊപ്പം ഉണ്ട്. എന്തായാലും കാസർഗോഡ് ഭാഷയിലാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. അവരെന്താ പറയുന്നത്, അവരുടെ വിഷയം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ശബ്ദമുണ്ട്, പക്ഷെ എങ്കിലും അവർ ആ ബസ്സിനകത്തുള്ള ഒരാളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ മക്കളാണ് ഇവിടെ ഇങ്ങനെ വെയിലത്ത് ബസ് കാത്തു നിന്നിട്ട് ബസ് കിട്ടാതെ പോകുന്നതെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ആ അവസ്ഥയിൽ നിങ്ങൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകും എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം നിങ്ങൾ ഞങ്ങളെ എതിർക്കുന്നുണ്ട് എങ്കിൽ അതിന് ന്യായമില്ല. നിങ്ങളുടെ മക്കളായിരുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നേനെ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. ഇനി അടുത്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. അവർ റോഡിലേക്ക് ഇറങ്ങിയിട്ട് അവർ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറയാണ്, എന്ത്, ഒരു കാരണവശാലും ഞങ്ങളെ കയറ്റാതെ പോകാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് മേലിൽ ഈ ബസ് കയറ്റൂ എന്നുള്ളതാണ് ആ സമരത്തിന്റെ ലക്ഷ്യം. അപ്പോൾ വളരെ നല്ലൊരു പ്രൊട്ടസ്റ്റാണ്. കാരണം ഇങ്ങനെയൊക്കെ ആവണം. നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നത് നിങ്ങളെ തടയുന്നതിൽ നിന്ന് തടയാതിരിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം. അതൊരു വലിയ മാറ്റമാണ്. അനീതിക്കെതിരെ ഉയരാത്ത കൈകളും ഉയരാത്ത വാമൊഴികളും അപകടമാണ്, 100% അപകടമാണ്. അപ്പം അനീതി അവിടെ ഉണ്ടായി, അതിനെ അവർ ചോദ്യം ചെയ്തു. എനിക്ക് നല്ല രസമായിട്ട് തോന്നിയൊരു സംഭവമാണ് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ഉണ്ട്. ബസ്സിന് മുമ്പിൽ നിർത്തിയിട്ട് പറയാം, ബസ്സിൽ കയറ്റിയിട്ട് പോയാൽ മതി. എന്തായാലും നല്ലൊരു സമര രീതി എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതായത് ബസ്സിന്റെ ഡോർ തുറക്കുന്നില്ല, ബസ്സിന്റെ ഡോർ അവർ തുറക്കുന്നില്ല. നിങ്ങളത് തുറക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോകില്ല എന്ന ആർജവത്തോടെ പറയാണ്.
അങ്ങനെങ്കിലും കാണട്ടെ, ബസ് പോകുന്നെന്ന് കാണട്ടെ എന്നാ പറഞ്ഞു. അടിപൊളി, എന്തായാലും കൊള്ളാം, ഗുഡ്. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് അവിടെയുള്ള ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് ഈ സംഭവ സമയത്ത് അവിടെ നിൽക്കുകയും ഇവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുകയും ചെയ്ത ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ പ്രാദേശിക നേതാവാണ്. അപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്നൊരു കാര്യം നിങ്ങൾ കേൾക്കണം. കുമ്പള ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 500-ൽ പരം പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോളേജാണ് കൻസ വുമൻസ് കോളേജ്. ആ കോളേജിന് ഒരു 200 മീറ്റർ അപ്പുറത്ത് ഒരു ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നുണ്ട്. കാലങ്ങളായിട്ട് അവിടെയാണ് ബസ് നിർത്തിയിട്ടുള്ളത്. പിന്നീട് ആ കോളേജിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നിരന്തരമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ആ കോളേജിന് സമീപത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൻ്റെ 90% പണി പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ അവിടെ ആ ബസ് കാത്ത് ഒരുപാട് വിദ്യാർത്ഥികളും മറ്റ് ആൾക്കാരും നിൽക്കുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് കോളേജ് വിട്ട് പോകുന്ന ഘട്ടത്തിൽ ബസ്സിന് കൈ കാണിച്ചാൽ ബസ് നിർത്താതെ പോകുന്നൊരു സ്ഥിതി നിലവിലുണ്ട്. അതുമാത്രമല്ല, ഫുൾ ടിക്കറ്റ് വാങ്ങുന്ന ആൾക്കാരെ ബസ് നിർത്തിയിട്ട് പോകുന്നുണ്ട്. ബസ് നിർത്തി ബസ്സിൽ ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതൊരു വലിയ വിഷയമാണ്. ബസ്സുകാരെല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തുമൊന്നുമല്ല. ചില ഇടങ്ങളിൽ ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ തള്ളി പറയുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടാവാറുണ്ട്, വിദ്യാർത്ഥികൾ പ്രശ്നമാക്കാറുണ്ട്. പക്ഷേ ഇവിടെ പലയിടങ്ങളിലും ബസ്സുകാർ ഫുൾ ടിക്കറ്റ് കാണുമ്പോൾ അവിടെ ബസ് നിർത്തും. അതൊരു 4-5. പക്ഷേ ഈ ഒരു റൂട്ടിലല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ രാവിലത്തെ ഒരു റൂട്ടുണ്ട്, ചില സമയങ്ങളിൽ രാവിലത്തെ റൂട്ടിൽ കിട്ടാതെ വരുന്ന കുറേ ബസ്സുകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇവരെ കയറ്റി എന്നതിൻ്റെ പേരിൽ എന്ത് സംഭവിക്കാനാണ് പോകുന്നത്? നിങ്ങളുടെ മക്കളായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ആയിരുന്നു കയറ്റിക്കൊണ്ട് പോകുമായിരുന്നില്ലേ? സ്വാഭാവികമായിട്ട് കയറ്റും, ആരായാലും കയറ്റും, എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഇത് നമ്മുടേതല്ല, വേറെ ആരുടേതൊക്കെയാണ്. അവരവിടെ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. അത് മാറണം, അല്ലെങ്കിൽ അത് മാറ്റേണ്ടി വരും. അത് മോശമാണ്. ആ സമീപനത്തിൽ നിങ്ങൾ മാറണം. ഞാൻ ആകെപ്പാടെ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നു, വിദ്യാർത്ഥികൾ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പല കേസുകളുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അവരെ കയറ്റുന്നതിൽ എന്ത് ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ? അവരെ കയറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സമരം നിങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നോ? ഇതുപോലെ ഇങ്ങനെ ഒരു വാർത്തയിൽ നിങ്ങൾ ഭാഗമാകേണ്ടി വരുമായിരുന്നു? ഇല്ല. ഇന്ന് നിങ്ങൾ കയറ്റുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ്? അപ്പം അതിൻ്റെയൊക്കെ ഒരു ആവശ്യം എന്താണ്? അപ്പം ഇദ്ദേഹം ഐറാസ് അലി എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ മേഖലാ പ്രസിഡന്റ് പറയുന്ന ഒന്നുകൂടി, കൈ കാണിക്കുമ്പോൾ നിർത്താതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുമാത്രമല്ല, നിർത്തിയിട്ട് അവരെ കുറേ ചീത്ത പറയുകയും മറ്റ് അസഭ്യം പറയുന്ന ഒരു സ്ഥിതിയുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടിയതിൻ്റെ പരാതിയുടെ ഭാഗമായിട്ടാണ് നാട്ടുകാരും പിന്നെ നമ്മുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും SFI പ്രവർത്തകരും ഇടപെട്ടിൻ്റെ ഭാഗമായി ഇന്നലെ കുറച്ച് കുട്ടികളെ കയറ്റി പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇന്നും പോലീസിൻ്റെയും മറ്റ് നാട്ടുകാരുടെയും, എന്തായാലും പാർട്ടിക്കാർ മാത്രമല്ല അവിടെയുള്ള നാട്ടുകാരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുള്ളത്. പാർട്ടിക്കാർ മാത്രമല്ല, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ മാത്രമല്ല, അവിടെയുള്ള നാട്ടുകാരും പോലീസും ഒക്കെ സംയുക്തമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ അതിലൊരു നടപടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നടപടി ഉണ്ടാകാനുള്ള കാരണം എന്താ? അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ, ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കിയപ്പോൾ അതിനെതിരെ കച്ച കെട്ടി പ്രതിഷേധിക്കാൻ മുന്നോട്ട് വന്ന ആ പെൺപുലികൾ എന്തായാലും അവരെയൊക്കെ ചിലയിടങ്ങളിൽ വിമർശിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മളെ കൊണ്ട് നടക്കാത്തൊരു കാര്യം അവർ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ അവരോട് അസൂയയല്ല കാണിക്കേണ്ടത്, അതിൽ അവരോട് ഈഗോ വർക്കൗട്ടല്ല ചെയ്യേണ്ടത്. മറിച്ച് അവരോട് ചെയ്യേണ്ടത് അവരുടെ കൂടെ നിന്ന് അവർക്ക് പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. അവരെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. അവരുടെ കൂടെ നിന്ന് ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തികൾക്ക് തങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. നിങ്ങൾ തെരുവിലിറങ്ങേണ്ട വിഷയമാണെങ്കിൽ ഇറങ്ങിക്കോളൂ. അവരുടെ മാതാപിതാക്കൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ്. ചോദിക്കേണ്ട ഇടങ്ങളിൽ അത് ചോദിക്കാനും മറ്റുള്ള കുറേ പരിപാടികളിലൊക്കെ പെട്ടുപോകുന്നുണ്ട്. പലയിടങ്ങളിലും പല പെൺകുട്ടികളും ഡ്രഗ്സിൻ്റെയും മറ്റു പല മേഖലകളിലും പെട്ടുകിടക്കുന്നതിനിടയിൽ നിന്ന് അത്തരം മേഖലയിൽ ഒന്നും പോകാതെ ധൈര്യത്തോടെ അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഇവരെ വിമർശിക്കുകയല്ല വേണ്ടത്, ചേർത്ത് നിർത്തലാണ് ചെയ്യേണ്ടത്. ഇവരോടൊപ്പം നിൽക്കലാണ് വേണ്ടത്. അല്ല, നീ ബസ്സിൽ കയറിയിട്ട് എന്തിനാ അത് ചെയ്തത്, ബസ്സിൽ കയറിയിട്ട് എന്തിനാ ഇത് ചെയ്തത് എന്നല്ല ചോദിക്കേണ്ടത്. ബസ്സിൽ കയറി നീ ചെയ്തതാണ് മോളെ ശരി, അതാണ് ന്യായം. അങ്ങനെ ചോദിക്കുന്ന ഒരു തലമുറ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ വിപ്ലവങ്ങൾ ഉണ്ടാവുകയുള്ളൂ. സത്യത്തിന് വേണ്ടിയിട്ട്, നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു തലമുറ ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ അതിൻ്റെ തുടക്കം ഇവരെ പോലെയുള്ള ആളുകളിൽ നിന്ന് ആകണമെന്നുണ്ട് എങ്കിൽ
അവരെ പിന്നോട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് അവരെ ഒതുക്കിക്കളയുകയല്ല വേണ്ടത്. മറിച്ച് അവരെ സമൂഹത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നവരാണ് നിങ്ങളെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അവരെ തന്നെ ഇറക്കി അവരിലൂടെ വിപ്ലവം സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ഒരു തലമുറ പ്രതിഷേധത്തിന്റെയും സമരത്തിന്റെയും ഒക്കെ ഒരു വലിയ മാർഗത്തിന്റെ ഭാഗമായി ജനാധിപത്യത്തോട് കൂറുപുലർത്തി നിൽക്കത്തുള്ളൂ. എന്തായാലും ഇവരെ ഒരിക്കലും വിമർശിക്കരുത്, കൂടെ നിർത്തുക. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാനും എൻ്റെ പബ്ലിക് കേരളയുടെ ടീമും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളത് നല്ല രീതിയിൽ പറയുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ചിലയിടങ്ങളിൽ ഇവരെ വിമർശിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അവർ വളരെ ന്യായമായിട്ടുള്ള ഒരു സമരമാണ് ചെയ്തത് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.